ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു നാടൻ ബർഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ലൊരു നാടൻ രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്. അത് മാത്രമല്ല, നമുക്ക് വൈകുന്നേരത്തെ ചായക്കൂട്ടലിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുക. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി തന്നെ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് ഒരു നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 1/2 ടീസ്പൂൺ ചിറ്റുള്ളി, അതായത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. അതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി എല്ലാം കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബന്ന് ഇവിടെ ഞാൻ പകുതി മുറിച്ചിട്ട് ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പകുതിയിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഇതുപോലെ അടർത്തി എടുത്തിട്ട് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അതല്ല നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ വെക്കേണ്ട ആവശ്യമില്ല, വെറും ആ ഒരു മസാല മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി അതിൻ്റെ മേലെ നമ്മളെ ബണ്ണിൻ്റെ ബാക്കി ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാനിത് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസിൻ്റെ മോൾ ഭാഗത്ത് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ വെറും ഈ ഒരു പൊട്ടാറ്റോ മസാല മാത്രം വെച്ചാൽ മതി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർഗറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നേരത്തെ വെച്ചതുപോലെ തന്നെ ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മോൾ ഭാഗത്ത് ബന്നിൻ്റെ ബാക്കി ഭാഗം കൂടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബർഗർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബർഗർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. 2 സൈഡും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പം ഞാൻ ഒരു സൈഡ് ചൂടാക്കിയിട്ട് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ബർഗറും കൂടെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ള ഒരു ബർഗറാണ് ഞാനിന്നിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. Thank you for watching.